Assalamu alaikum wa rahmatullah. Sell this life for the next and you win both of them. Sell the next life for this and you lose both of them. നമ്മൾ ഒരുപാട് കോട്ട്സ് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണിത്. ഹസനുൽ ബാരിയുടെ ഒരു കോട്ടാണ്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൈഫിന് പ്രാധാന്യം കൽപ്പിക്കാണ്ട് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ വിട്ടളഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരു ലോകത്തും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഇപ്പോൾ ഈ ലൈഫിലും നമുക്ക് വിജയം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിന് വില കൽപ്പിക്കാണ്ട് ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ ലൈഫിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിന് വിട്ടളഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരു ലോകത്തും നമുക്ക് പരാജയം ആയിരിക്കും നേടാൻ കഴിയുക. അപ്പോൾ ഈ ഫ്യൂച്ചറിന് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഈ ലൈഫിൽ അധികം പ്രാധാന്യമൊന്നും നൽകാതെ നമുക്കൊരു പരലോക ജീവിതം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്തുകളിലും അള്ളാഹു വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. ആദ്യ ആയത്തിലൂടെ പറയുന്നു, ഖവാരീറു മിൻ ഫില്ലത്തിൻ, വെള്ളി കൊണ്ടുള്ള ഒരു സ്ഫടിക പാത്രം, ഖദ്റുഹ, അത് ഒരു തോത് നിർണ്ണയിക്കും, അവരൊരു തോത് നിർണ്ണയിക്കും, തഖദീറ, ഒരു തോത് അവർ നിർണ്ണയിക്കും. വയസ്കൗന ഫിഹ, അവർ കുടിക്കപ്പെടുകയും ചെയ്യും, ഫിഹ, അതിൽ നിന്ന്, കെസൻ, ഒരു പാത്രത്തിൽ നിന്ന്, കാന മിസാജുഹ, അതിൻ്റെ ചേരുവ, ജൻജബീല, ഇഞ്ചിയായിരിക്കും, ഐനൻ, ഒരു ഉറവയുണ്ട്, ഫിഹ, അവിടെ, തുസമ്മ, അത് പേര് പറയപ്പെടുന്നു, സൽസബീല, സൽസബീൽ എന്ന പേര് പറയപ്പെടുന്ന ഒരു ഉറവജലം അവിടെയുണ്ട്. അടുത്ത ആയത്തിലൂടെ പറയുന്നു, വയതൂഫു അലൈഹിം, അവരിലൂടെ ചുറ്റി നടക്കപ്പെടുന്നതാണ്, വിൽദാനു മുഖല്ലദൂൻ, അനശ്വര ജീവിതം നൽകപ്പെട്ട കുട്ടികൾ, ഇദാ റഅയ്തഹും, അവരവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹസിബ്തഹും, അവർ വിചാരിക്കും, ലുഅ്ലുഅ മൻസൂറ, വിതറിയ മുത്തുകളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരുപാട് സുഖങ്ങൾ നമുക്കവിടെ ലഭിക്കും. വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് ഇഞ്ചിനീർ കൊണ്ടുള്ള ഒരു ഉറവ് മദ്യം അവിടെ നൽകപ്പെടും എന്നൊക്കെ പറയുമ്പോൾ, നമ്മളിതിനു മുമ്പ് കർപ്പൂരം ചേരുവയായിട്ടുള്ള ഒരു ഉറവ് മദ്യം അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇഞ്ചിയുടെ ചേരുവയുള്ള ഒരു ഉറവ് മദ്യമാണ് ലഭിക്കുക. അപ്പോൾ ഈ പാനീയത്തെക്കുറിച്ച് അറബികളൊക്കെ പറഞ്ഞിട്ടുള്ളത്, അറബികൾക്ക് വളരെയധികം പുകഴ്ത്തിയിട്ടുള്ള ഒരു പാനീയമാണ് ഈ ഇഞ്ചി ചേരുവ ആയിട്ടുള്ള പാനീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ പാനീയങ്ങളുമായിട്ട് നമുക്കൊരിക്കലും സ്വർഗത്തിലെ പാനീയങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അതിൻ്റെ രുചി ഏകദേശം നമുക്കൊക്കെ ഒന്ന് ധാരണയുണ്ടാകും. അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അവിടുന്ന് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അടുത്ത ആയത്തിലൂടെ പറയുന്നു, ഒരു ഉറവജലമുണ്ട് അവിടെ, സൽസബീൽ എന്ന പേര് പറയപ്പെടുന്ന ഒരു ഉറവജലം. അപ്പോൾ ഈ സൽസബീൽ എന്നുള്ളതിൻ്റെ അർത്ഥം അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെടാത്ത ഒരു വേർഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തുള്ള ആർക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അടുത്ത ആയത്തിലൂടെ പറയുന്നത്, അനശ്വര ജീവിതം നൽകപ്പെട്ട കുട്ടികൾ അവിടെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ അവരെ കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലെ ആളുകൾ വിചാരിക്കും, വിതറിയ മുത്തുകളാണെന്ന്. അപ്പോൾ ഈ കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് പ്രായം കൂടെ കുറയോ ഒന്നുമില്ല, അവർ ഒരു പ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ഒരു കുട്ടികളെ പോലെ കണ്ടാൽ നല്ല
കാണാൻ ഭംഗിയുള്ള കുട്ടികളെ പോലെ അവർ പരിചാരകരായിട്ട് ചുറ്റും നടക്കും. അപ്പോൾ വിതറിയ മുത്തുകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് അങ്ങനെ അനശ്വര ജീവിതം നൽകപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ ഈ വിതറിയ മുത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ടാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും സുഖ സൗകര്യങ്ങളുള്ള ആ സ്വർഗം റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ഇഹലോക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ പരലോക ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇഹലോക സുഖ സൗകര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കരുത് എന്നല്ല പറയുന്നത്, അതിന് പ്രാധാന്യം നൽകണം. അതിലേറെ പ്രാധാന്യം നമ്മൾ പരലോക ജീവിതത്തിന് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.